ബന്ദിപ്പൂർ കടുവ സങ്കേതത്തിൽ കാട്ടാനകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഒരാന ചരിഞ്ഞു. ഇന്നലെ രാത്രിയാണ് സംഭവം. കർണാടക വനപാലകർ തുടർ നടപടി സ്വീകരിക്കും. ഇന്നലെ ഒരു 7 മണി മുതൽ ഇവിടുന്ന് ഒച്ചപ്പാടുണ്ട്. ഈ ഒച്ചപ്പാട് കേട്ടിട്ട് ഞങ്ങൾ ഇറങ്ങി വന്ന് നോക്കുമ്പോൾ ഇവിടെ രണ്ടാനകൾ കുട്ടുകൂടിക്കുന്നുണ്ട്. കുട്ടുകൂടി ആൾക്കാർക്ക് ഇങ്ങനത്തെ ഇറങ്ങി വരാൻ പേടി. അതിനുശേഷം ഒരു 11-10 ആയപ്പോഴാണ് ഇത് എഴുന്നേൽക്കൊക്കെ നോക്കുന്നുണ്ട്. ഒരാന വീണുപോയി. കൂടുതൽ വിവരങ്ങളുമായി ഇംതിയാസ് കരീം ചേർന്നുണ്ട്. ഇംതിയാസ്, എന്താണ് സംഭവിച്ചത്? ജയലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ രാത്രി 11 മണിയോടെയാണ് ഈ കാട്ടാനകൾ തമ്മിൽ ഏറ്റുമുട്ടിയതോടെ ഒരു ആന ചെരിഞ്ഞതായിട്ട് പറയപ്പെടുന്നത്. പ്രാഥമികമായ പരിശോധനയിൽ അങ്ങനെയാണ് മനസ്സിലാവുന്നത്. അതായത് വയനാട് കന്നാരം പുഴയിൽ വെച്ചാണ് ഇങ്ങനെയൊരു ഏറ്റുമുട്ടൽ ഈ ആനകൾ തമ്മിൽ ഉണ്ടാവുന്നത്. ഈ ഭാഗം എന്ന് പറയുന്നത് കേരളം കർണാടക അതിർത്തി പങ്കിടുന്ന ബന്ദിപ്പൂർ കടുവ സങ്കേതത്തിന്റെ ഭാഗമായിട്ടുള്ള വനമേഖലയാണ്. അവിടെ വെച്ചാണ് ഏറ്റുമുട്ടൽ ഉണ്ടാവുന്നതും ഒരു ആന ചെരിഞ്ഞതും. രാത്രി 7 മണിയോടെ തന്നെ ഈ ഏറ്റുമുട്ടലിന്റെ സമയത്തുള്ള ശബ്ദമൊക്കെ ആ പ്രദേശത്തുള്ളവർ കേട്ടിരുന്നു. എന്നാൽ അവർ ഈ പേടിയുള്ളത് കൊണ്ട് ആ ഭാഗത്തേക്ക് പോയില്ല. പിന്നീട് കുറെ കഴിഞ്ഞ് പോയതിനു ശേഷമാണ് കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. കർണാടക വനം വകുപ്പാണ് ഇതിന്റെ തുടർ നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. അതിന്റെ ജഡം സംസ്കരിക്കുന്ന അടക്കമുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതിന് മുൻപായിട്ട് പോസ്റ്റ്മോർട്ടവും നടത്തേണ്ടതുണ്ട്. പലപ്പോഴും ഈ ആനകൾ കാട്ടിലായാൽ പോലും ഇണകൾ ചേരുന്നതുമായി ബന്ധപ്പെട്ടും ആധിപത്യം സ്ഥാപിക്കാനും ഒക്കെയാണ് പലപ്പോഴും കാട്ടിൽ വെച്ച് ഈ ആനകൾ തമ്മിൽ ഏറ്റുമുട്ടാറുള്ളത്. അങ്ങനെ ഒരു പക്ഷേ ഈ ഇണയുമായി ബന്ധപ്പെട്ട കാര്യത്തിലോ അതല്ലെങ്കിൽ ഈ ഒരു ആനകൾ ശക്തി തെളിയിക്കാനൊക്കെ വേണ്ടിയിട്ടുണ്ടായ ഏറ്റുമുട്ടലിന്റെ ഒടുവിലാണ് ആന ചെരിഞ്ഞതെന്നാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്ന കാര്യം. എന്തായാലും കർണാടക വനം വകുപ്പ് ഇതിൽ കൂടുതൽ പരിശോധനയും നടത്തി വരികയാണ്. ജയലക്ഷ്മി. ശരി ഇംതിയാസ്. ബന്ദിപ്പൂർ കടുവ സങ്കേതത്തിലാണ് സംഭവം ഉണ്ടായത്. കാട്ടാനകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഒരാന ചരിഞ്ഞു എന്നുള്ള കാര്യമാണ് ഇംതിയാസ് റിപ്പോർട്ട് ചെയ്തത്.